ഒരു സുഖങ്ങളൊക്കെ തന്നെ. കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നാട്ടിലിപ്പോൾ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കടമ മേടിച്ചവന്മാർ എന്നെ തപ്പി നടക്കുക, അവന്മാരുടെ ഇടന്ന് ഞാൻ മുങ്ങി നടക്കുക. അങ്ങനെ വിഷമിച്ച് പണ്ടാരം അടങ്ങി തലവേദന എടുത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ തൊട്ട് അയൽവക്കത്തുള്ള പാക്കരേട്ടൻ്റെ കടയിൽ പോയി ഒരു ചായ വാ. ഞാനവിടെ ചായ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ അവിടെ ഒരാളിരിക്കുന്നു. ആരാ അറിയത്തില്ല, നമ്മുടെ ഉറുമ്പണ്ണൻ. പുള്ളി അവിടെ നിന്ന് ചായ കുടിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ പുള്ളി ചായ ഗ്ലാസ്സിൽ നിന്ന് ഉറുമ്പിനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കഷ്ടമാണെന്ന് നോക്കണേ. അങ്ങനെ ഞാൻ എൻ്റെ കഷ്ടപ്പാട് കടവും എല്ലാം ഞാൻ പുള്ളിയോട് പറയും. അവിടെ ആകെ 3G ആയിട്ടിരിക്കുക, ഒരു വഴിയില്ല. പുള്ളിയോട് ഞാൻ ചോദിച്ചു ഇത് എസ്കേപ്പ് ആവാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ട്. പുള്ളി 3 ഓപ്ഷൻ പറഞ്ഞു. ഞാനത് നിങ്ങളോട് പറയാം. ഒന്നാമത്തെ ഓപ്ഷൻ, പൈസ എല്ലാം കൊടുത്ത് തീർക്കണം, അതെന്താണേലും നടക്കത്തില്ല. രണ്ടാമത്തെ ഓപ്ഷൻ, ഒന്നെങ്കിൽ അവന്മാർ എനിക്ക് പൈസ തന്ന കാര്യം മറക്കണം. മൂന്നാമത്തെ ഓപ്ഷൻ, ചെറുതായിട്ട് നടക്കണം. നമുക്ക് പറ്റുന്ന പരിപാടിയാണോ പുള്ളി ചെയ്യുന്ന പരിപാടി? നമുക്കത് പറ്റുകയില്ല. മറവിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ ഡോക്ടറിനെ ഓർത്തത്. പുള്ളിയുടെ അടുത്ത് പോയാൽ വല്ലതും നടക്കുമെന്ന് ഞാൻ ആ ഉറുമ്പണ്ണനോട് ചോദിച്ചു. പുള്ളി പറയുക, ആ കൊള്ള അന്നക്കിട്ട് വെച്ച അമ്മണിക്കിട്ട് കൊള്ളുന്ന സൈസ് വെടിക്കാരനാണ് കയറുന്നത്, എന്നാലും ഒന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ പോയി. പിന്നീടാണ് എനിക്ക് അതിൻ്റെ പുറകിലുള്ള ചതിവ് മനസ്സിലായത്. അങ്ങനെ നമ്മുടെ ഉറുമ്പണ്ണൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുക്കൽ ചെല്ലുന്നത്. പുള്ളിയോട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചു പുള്ളി ചിലപ്പോൾ എന്നെ ചവിട്ടി പുറത്താക്കാനാണ് സാധ്യതയെന്ന്. പക്ഷെ പുള്ളി പറഞ്ഞു, മോനെ കുഴപ്പമില്ല, നമുക്ക് ചെയ്തേക്കാം. പുള്ളിയാണ് ഫുൾ കോൺഫിഡൻസ് നിൽക്കുക, നമുക്ക് ചെയ്തേക്കാം. അങ്ങനെ പുള്ളി പരിപാടി തുടങ്ങി. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മോനെ നൈസായിട്ട് പരിപാടി ഒന്ന് പാളിയിട്ടുണ്ട്. രാവിലെ ഷാമ്പു വെക്കാൻ മറന്നുപോയി, അതുകൊണ്ട് സ്പെല്ല് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു പോയെന്ന് പറഞ്ഞു. അതായത് കടക്കാരുടെ തലേ നീ അതുപോലെ തന്നെ നിൽപ്പുണ്ട്, പക്ഷേ നിൻ്റെ ആൻറ്റിമയി, നിൻ്റെ കൂട്ടുകാരൻ, അതുപോലുള്ള നിൻ്റെ അടുത്ത സർക്കിളിലുള്ള ആൾക്കാരില്ലേ, അവരുടെ ഒന്നും തലേ നീ ഇല്ല. എന്നാ ചെയ്യാനാന്ന് പുല്ല്. ഇത് തിരിച്ചാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി കടന്ന് കിണിക്കുന്നു. ഈ ഷാമ്പൂവിൻ്റെ കാര്യം ഞാൻ രാവിലെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ഗോപാലചേട്ടൻ്റെ കടയിൽ ഒരു പാക്കറ്റ് ഷാമ്പൂ ഞാൻ മേടിച്ചു കൊടുത്തത്. ഇതെല്ലാം കഴിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം ഏരിയാൻറ്റി എന്നോട് പറയുക, മോനെ ആ കാലിക്കുറ്റി വെളിയിലിരിപ്പുണ്ട്, നറക്കുറ്റി എടുത്ത് ആ തോട്ടത്ത് വെച്ചേക്കാൻ. പുള്ളിക്കാരി വിചാരിച്ച് ഞാനേതോ ഗ്യാസുകാരൻ്റെ അകത്ത്. ആൻറ്റി, ഞാൻ ഗ്യാസുകാരനല്ല, ഞാൻ നിങ്ങളുടെ ആങ്ങളയുടെ മോനാ പീറ്റർ. ഞാനങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ് വിശ്വസിച്ചപ്പം എൻ്റെ ആധാർ കാർഡ് എടുത്തൊന്ന് കാണിച്ചു കൊടുത്തു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് വീണ്ടും ഡൗട്ടായി. പിന്നെ ലാസ്റ്റ് അവസാനം അച്ഛൻ്റെ കൂടെയുള്ള ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴാണ് പുള്ളിക്കാരിക്ക് ഏകദേശം ഒന്ന് റെഡിയായത്. എന്നാലും മുഴുവനായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ഇനി 2 ടാസ്ക് കൂടെ ഉണ്ട്. ഒന്ന് എലിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ചുണ്ടനെലിയല്ല, എലിസബത്ത് എൻ്റെ കാവ്യ. രണ്ടാമത്തത് സുലൈമാൻ. എലിസബത്ത് ഒരു ജാതി കൊച്ച, ചക്കെന്ന് പറഞ്ഞാൽ കൊക്കെന്ന് കേൾക്കുന്ന സാധനമാണ്. അതിനെ ഞാനിനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എൻ്റെ കർത്താവ്? സുലൈമാൻ പിന്നെ വിഷയമില്ല, 2 ചായയും വടയും മേടിച്ചു കൊടുത്ത സ്വന്തം തന്ത ഞാനെന്ന് പറഞ്ഞാൽ അവരങ്ങ് വിശ്വസം. അങ്ങനെ മൊത്തത്തിൽ ത്രികോണ മധ്യേ മൂഞ്ചിയിരിക്കുക. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശ് ഞാൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. അന്ന് താന്നതാ, പിന്നെ പൊങ്ങിയിട്ടില്ല. സ്റ്റോക്കിൻ്റെ കാര്യമാണ്. അങ്ങനെ പഠിച്ച പണി 18 നോക്കി, ഒരു രക്ഷയില്ല. എന്നാൽ പിന്നെ ഇതുകൂടെ അങ്ങ് നോക്കിക്കളയാമെന്ന് വിചാരിച്ച്. ആണ്ടവാ, നീ എന്നെ കൈവിടല്ലേ. ഓവറോൾ ദിസ് വാസ് ആൻ അറ്റംപ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് അവർ ന്യൂ ചാനൽ മല്ലൂസ് ഫൈഡി. എന്താ പിന്നെ ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ എനിക്ക് പോകാൻ സമയമായി ഗൈസ്, എനിക്കുള്ള പണി വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.